നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു രുചിയുള്ള ഫലവൃക്ഷത്തെക്കുറിച്ച് നോക്കാം. അതാണ് സപ്പോട്ട അല്ലെങ്കിൽ ചിക്കു. കേരള കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്ന ഒരു മരമാണിത്. ശരിയായ രീതിയിൽ വളർത്തിയാൽ 2 മുതൽ 3 വരെ വർഷത്തിനുള്ളിൽ തന്നെ ഫലം കിട്ടും. ആദ്യം തൈ തെരഞ്ഞെടുക്കൽ. സപ്പോട്ട വളർത്താൻ ഏറ്റവും നല്ലത് ഗ്രാഫ്റ്റഡ് തൈയാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഗ്രാഫ്റ്റഡ് ആണെന്ന് ഉറപ്പാക്കണം. ഇത് ഉപയോഗിച്ചാൽ വേഗത്തിൽ ഫലം കിട്ടും. സ്ഥലം ആൻഡ് സൂര്യപ്രകാശം. സപ്പോട്ടയ്ക്ക് നല്ല സൂര്യപ്രകാശം വേണം. ദിവസത്തിൽ കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നട്ടാൽ മികച്ച വളർച്ച ലഭിക്കും. മണ്ണ് തയ്യാറാക്കൽ. സപ്പോട്ടയ്ക്ക് വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണ് വേണം. അതിന് ഗാർഡൻ സോയിൽ, മണൽ, കോംപോസ്റ്റ് ഇവ അനുപാതം 40:30 30 അനുപാതത്തിൽ ചേർത്താൽ മതി. കുഴി എടുക്കുമ്പോൾ 2 അടി വീതിയും ആഴവുമുള്ള കുഴി എടുക്കുക. വെള്ളം നൽകൽ. ആദ്യ ദിവസങ്ങളിൽ ദിവസവും കുറച്ച് വെള്ളം കൊടുക്കുക. ശേഷം ആഴ്ചയിൽ 2 മുതൽ 3 വരെ തവണ മതിയാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കെട്ടിക്കിടക്കരുത്. വളം നൽകൽ. മാസത്തിൽ ഒരിക്കൽ ചാണകവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളങ്ങൾ, പഴത്തൊലി, മുട്ടത്തൊലി പൊടി ഇവയും നല്ലതാണ്. കൊമ്പ് വെട്ടൽ പ്രൂണിംഗ്. ഉണങ്ങിയ കൊമ്പുകൾ ഇടയ്ക്കിടെ വെട്ടി നീക്കണം. ഇത് പുതിയ കൊമ്പുകൾ വരാനും നല്ല ഫലം ലഭിക്കാനും സഹായിക്കും. കീട നിയന്ത്രണം. നീം ഓയിൽ സ്പ്രേ 15 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യാം. അല്ലെങ്കിൽ സോപ്പ് വെള്ളം സ്പ്രേ ചെയ്താലും മതി. ഫലം കിട്ടുന്ന സമയം. ഗ്രാഫ്റ്റഡ് തൈ ആണെങ്കിൽ 2 മുതൽ 3 വരെ വർഷത്തിനുള്ളിൽ തന്നെ ഫലം ലഭിക്കും. ശരിയായ പരിപാലനം നൽകിയാൽ വർഷത്തിൽ 2 തവണ വരെ ഫലം കിട്ടും. അവസാന ടിപ്സ്. സപ്പോട്ട വലിയ പാത്രത്തിലും ഗ്രോ ബാഗിലും വളർത്താം. സൂര്യപ്രകാശവും ശരിയായ വെള്ളവും കൊടുത്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ കൃഷി വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.